EMI അടയ്ക്കാൻ പണമില്ലാത്തതിനാൽ ക്ഷേത്രം കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ യുവാക്കൾ പിടിയിൽ. വർക്കല താഴെവെട്ടൂർ കുമാരവിളാകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. 21,000 രൂപ മോഷ്ടിച്ച വെട്ടൂർ സ്വദേശികളായ ഷിഹാബ്, അസീം എന്നിവരാണ് പിടിയിലായത്. അഷിൻ ഡിയേഗോ നമുക്കൊപ്പം. അഷിൻ ഡിയേഗോ, എപ്പോഴായിരുന്നു ഇവർ മോഷണം നടത്തിയത്? എങ്ങനെയാണ് ഇവരെ പിടിച്ചത്? സുജയ, കഴിഞ്ഞ 22-ാം തീയതിയാണ് പുലർച്ചെയോടുകൂടി ഈ ഒരു മോഷണം നടക്കുന്നത്. 5:30-ക്ക് ശേഷമായിരുന്നു മോഷണം നടക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 യുവാക്കൾ പിടിയിലായിട്ടുള്ളത്. ഈ പരിസരത്തെ CCTV പരിശോധിച്ചതിൽ നിന്ന് ഈ യുവാക്കൾ സംശയാസ്പദമായി ഇത്തരത്തിൽ ഈ അമ്പലത്തിനുള്ളിലേക്ക് കയറി ഇറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ വർക്കല പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവരെ ട്രേസ് ചെയ്ത് കണ്ടെത്തി പിടിച്ചതിൽ നിന്നാണ് ഈ വിചിത്രമായ ഒരു വാദം. അതായത് EMI അടയ്ക്കുന്നതിന് വേണ്ടി ഇവർ കുറച്ചു ദിവസം മുമ്പ് ഒരു മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു. ഈ മൊബൈൽ ഫോണിന്റെ EMI അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയത് എന്ന മൊഴിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഈ 2 യുവാക്കൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 22-നായിരുന്നു സംഭവം. ഇന്നലെയാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. ഈ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ കേസിൽ നിർണായകമായത്. ഇവർ ഈ അമ്പലത്തിലേക്ക് വരുന്നതും പോകുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ ഈ CCTVയിൽ പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ ഓഫീസിലും അതുപോലെ തന്നെ സ്റ്റോർ റൂമിലുമാണ് ഇവർ കുത്തി തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത്. ഈ ഓഫീസിലുണ്ടായിരുന്ന കാണിക്കവഞ്ചിയിൽ നിന്ന് ഏതാണ്ട് 6,000 രൂപയും സ്റ്റോർ റൂമിലുണ്ടായിരുന്ന ബാക്കി 15,000 രൂപയുടെ സാധനങ്ങളുമാണ് ഇരുവരും മോഷ്ടിച്ചത്. മോഷ്ടിച്ചതിന് ശേഷം ഇവരിൽ നിന്ന് ഈ സാധനങ്ങൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സുജയ, EMI അടയ്ക്കാൻ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അഷിൻ ഡിയേഗോ ആണ് വിവരങ്ങൾ നൽകിയത്.